എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ തുഞ്ചൻപറമ്പിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. തുഞ്ചൻപറമ്പ് പോയതിന് ശേഷം നമ്മൾ ഈ പാർക്കിലേക്ക് വന്നതാണ്. പൂങ്ങോട്ടുകുളം ബസ് ഇറങ്ങി ഇങ്ങോട്ട് കുറച്ചുകൊണ്ട് വന്നാൽ തുഞ്ചൻപറമ്പിലേക്കുള്ള വഴി റോട്ടിലൂടെ വന്നാൽ മതി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു പാർക്ക്, നൂർ ലേക്ക് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ലേക്ക് ഇവിടെ തടാകമൊക്കെ അതിൽ കൂടെ പോയിട്ടുണ്ട്. അതിലൊരു ബോട്ടിങ്ങൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ മനോഹരമായ കുറേ മുളങ്കാടുകളും ചെടികളും വൃക്ഷങ്ങളും എല്ലാതും ഉണ്ട്. ഒരു പാർക്കാണ്. ഒരു 100 ഏക്കറിലധികം സ്ഥലം ഉണ്ടാവും ഇവിടെ. പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടേക്ക് വരാൻ നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരിക. വന്നാൽ കുറേ മുളങ്കാടുകൾ കാണാം. ഇഷ്ടത്തിന് മുളങ്കാടുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടെ നിന്ന് കൊണ്ട് വന്ന അക്കേഷ്യ മരങ്ങൾ കൂട്ടായിട്ട് നിൽക്കുന്നു. പിന്നെ കുറേ ചെടികൾ, കടലാസ് പൂവ്, അങ്ങനെ കുറേ ബോഗൻവില്ല, പല നിറത്തിലുള്ള ബോഗൻവില്ല, അങ്ങനെ കുറേ ചെടികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ മുളയുടെ ചെറിയ മുളകൾ ആണ് ഇവിടെ കാണുന്നത്. മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു പാർക്കാണ് ഇവിടെ. നല്ല മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് നല്ല രസമുള്ള ഒരു പാർക്കാണ്. സുന്ദരമാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ അപ്പുറത്ത് ഉണ്ട് പാർക്ക് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. സുന്ദരമാണ്, മനോഹരമാണ്. ഇവിടെ ഒരു പ്രത്യേകതരം മുളയുടെ ചെടിയുണ്ട്. ഇവിടുത്തെ ചെടികൾ ഇഷ്ടത്തിന് ആകാശം. ഇവിടേക്ക് വന്നാൽ കുറച്ച് ഹലോ, ഇത് നൂർ ലേക്ക് പാർക്കാട്ടാ. തിരൂരുള്ള കുറേ മുളകളൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നൂർ ലേക്ക്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. പാർക്ക് നല്ല രസമുള്ള സ്ഥലമാണ് നൂർ ലേക്ക് പാർക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ മുളകൾ കാണും. നൂർ ലേക്ക് പാർക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നൂർ ലേക്ക് പാർക്ക്. കുറച്ച് കുട്ടികളൊക്കെ പാർക്ക് കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. രസമുള്ള പാർക്കാണ്. നല്ല ഭംഗിയുള്ള പാർക്കാണിത്. അവിടേക്ക് പോകുന്ന സ്ഥലമാണ്. കുറേ ആൾക്കാർ ഇവിടെ പാർക്ക് കാണാൻ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. കൂടുതലും മുളകളാണ് ഇവിടെ കാണുന്നത്. കുറച്ച് ആളുകൾ ഇവിടെ പാർക്ക് കാണാൻ വന്നതാണ്. മൊത്തം മുളകളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരൂർ പൂങ്ങോട്ടുകുളത്തു നിന്ന് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നൂർ ലേക്ക് പാർക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള പാർക്കിലേക്ക് പോകുന്ന ഒരു ഏരിയയാണിത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും മുളകൾ മാത്രമേ കാണുന്നുള്ളൂ. ഫുൾ മുളങ്കാടുകളാണ് ഇവിടെ. ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സ്റ്റേജ് പരിപാടി നടത്താൻ ഫുള്ള് മുളയുടെ ഇലയും മുളയും കൂടുതലും ഇവിടെ കാണും. 50 ഏക്കർ സ്ഥലം ഉണ്ടാവും. ഈ മുളയുടെ അടുത്ത് നൂർ ലേക്ക് ബോട്ടിങ്, നൂർ ലേക്കാണ്. ഇവിടെ ഒരു തടാകമുണ്ട്. സൂപ്പറാണ്. ഇവിടെ കുറേ കുട്ടികൾക്ക് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കളിക്കാൻ. എവിടെ നോക്കിയാലും മുളകൾ. സുന്ദരമായ കാഴ്ചകളാണ്. മനോഹരമായ ഒരു നൂർ ലേക്ക് തടാകം. ഒരു ചെറിയ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് പോകാൻ വേണ്ടിയിട്ട്. തടാകത്തിലൂടെ മുളകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആളുകൾക്ക് തടാകത്തിലൂടെ
ചെറിയ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകാം. ബോട്ട് സേഫ്റ്റി ഡ്രസ്സൊക്കെ ഉണ്ട് അവിടെ കാണുന്നുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് വെളിച്ചം കാണുന്നുള്ളൂ. ബാക്കി എല്ലായിടവും മുളകളാണ്. മുളകൾ, മുഴുവൻ മുളകൾ, വലിയ വലിയ മുളകൾ, ബാമ്പു. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കുട്ടികൾക്കാണ്. ഫുൾ മുളകളാണ്, ഫുള്ള് മുളകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ ആൾക്കാർക്ക് സ്ഥലമുണ്ട്. കുറേ 10-20-30 ഏക്കറൊക്കെ സ്ഥലം കാണാം കേട്ടോ. ഫുള്ള് മുളകളാണ്. ഒരു ടൈം പാസ് നേരം പോക്കൊക്കെയാണ്. നമ്മളിവിടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആഗ്രഹപ്രകാരം വന്നതാണ്. അപ്പം നമുക്ക് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അവർക്കൊന്നും ഫോട്ടോയിൽ നിൽക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് കാണിക്കാത്തത്. ഫുൾ മുളകളാണ്, മനോഹരമാണ്. 10-50 ഏക്കർ സ്ഥലമില്ല തീരെ. ഇന്നത്തെ സമയം 2 മണിയാണ്, ഉച്ചയ്ക്ക് 2 മണിയാണ്. പുറത്തൊക്കെ ഭയങ്കര വെയിലാണ്. പക്ഷെ ഇവിടെ ഫുൾ മുളങ്കാടായതുകൊണ്ട് സൂര്യനതാണ്. സൂര്യൻ മുളങ്കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണുള്ളൂ. അതുകൊണ്ട് സൂപ്പറാണ് ഇവിടെ സംഭവം. നമ്മൾ ആദ്യം ചോദിച്ചത് 50 ഉറുപ്പ്യക്ക് ഉണ്ടാവുന്നൊക്കെ ചോദിച്ച്. അവരൊന്നും മുണ്ടില്ല. പക്ഷെ ഉണ്ട്, സംഭവം ഉണ്ട്. കുറേ നേരം ചിലവാക്കാം. നടന്ന് കാണാൻ തന്നെ കുറേ ഉണ്ട്. ബിലാത്തി ബാമ്പു, ഈ മുളയുടെ പേര്, ഇതിൻ്റെ പേര് ബിലാത്തി ബാമ്പുവാണ്. ഫുൾ മുളകളാണ്, മുളം കൂട്ടങ്ങളാണ്. എവിടെ നോക്കിയാലും മുളകൾ. അപ്പോൾ ആൾക്കാരതവിടെ കാണാനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആകാശത്തൊക്കെ നോക്കിയാൽ ആകാശത്ത് മുള, താഴത്ത് മുള, എവിടെയും മുള. സൂര്യനെന്താ കാണുന്നു. എല്ലാ ഭാഗങ്ങളിലും മുള കൊണ്ട് നിറഞ്ഞൊരു പാർക്കാണിത്. നൂറിലേക്ക് പാർക്ക്. മലപ്പുറം ജില്ലയിൽ തിരൂർ നിന്നും പൂങ്ങോട്ടുകുളം ഇറങ്ങി തുഞ്ചൻപറമ്പിൻ്റെ അടുത്ത് തന്നെയാണ്. തുഞ്ചൻപറമ്പിൻ്റെ കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലാണ് ഈ നൂറിലേക്ക് പാർക്കുള്ളത്. ഞങ്ങൾ തുഞ്ചൻപറമ്പ് ഒക്കെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നത്. അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാർക്കും കാണാമെന്ന് വിചാരിച്ചു. സുന്ദരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. വലിയ വലിയ മുളകളാണ് നിൽക്കുക. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മുളകളെന്ന് പറയാം. അത്രയ്ക്കും മേലെയും താഴെയും എല്ലാ ഭാഗങ്ങളിലും മുളകളാണ്. സുന്ദരമായ മുളങ്കാടുകൾ, മുളകളുടെ ശേഖരമാണ് നൂറിലേക്ക് പാർക്കിലൂടെ കാണുന്നത്. നൂറിലേക്ക് ബോട്ടിങ്ങിന് എഴുതി വെച്ചിരിക്കുന്നു. കുറച്ച് കുട്ടികളൊക്കെ കാണാൻ വന്നിരിക്കുന്നു. നല്ല മനോഹരമായ കുറച്ച് ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സൂപ്പറാണ് വ്യൂ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും മുളകൾ തന്നെ, എവിടെ നോക്കിയാലും മുളകൾ, മുളക്കൂട്ടം. ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രം വൃത്തിയാക്കി വയ്ക്കണം. ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. നൂറിലേക്ക് പാർക്ക്. ഊഞ്ഞാൽ കുറച്ച് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് കുട്ടികളൊക്കെ അവിടെ കാണാൻ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് വ്യൂ. ഈ മുളകളാണ്. 50 ഏക്കർ 100 ഏക്കർ ഉണ്ടാവും തോന്നുന്നു. അത്രയ്ക്ക് കുട്ടികളൊക്കെ അവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. ഈ മുളകളാണ്. ആണെങ്കിൽ മുളം കാടെന്ന് പറയാം നമുക്ക്. ഫുള്ള് മുളകൾ. മരത്തുമ്പോൾ
മെയ്ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് സൂപ്പ് കാണുന്നത്. നമ്മൾ തിരൂർക്കുള്ള ബസ്സിൽ വരുമ്പോൾ പൂങ്ങോട്ടുകുളം ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാലാണ് ഈ പാർക്ക് കാണുക. അതിമനോഹരമായ കാഴ്ചകളാണ്. ഫുള്ള് മുളകളും പിന്നെ കുറേ ഒരു ഉദ്യാനം പോലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. നൂറിലേക്ക് പാർക്ക് 50 രൂപ ടിക്കറ്റ് കൊടുത്താൽ ഒരു 50 ഏക്കറോളം സ്ഥലത്ത് ഇങ്ങനെ ഉദ്യാനം, പച്ചപ്പ്, ഹരിതാഭ, മുളങ്കാടുകൾ, ചെടികൾ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സൂപ്പറാണ് ഇവിടുത്തെ കാഴ്ച. പലതരം ചെടികളും ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല മനോഹരമാണ്. നമ്മളൊപ്പം വന്നവർ ഫോട്ടോ എടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരവിടെ മാറിയിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. പുതിയ തരം മുള, ആ മുളേനെ സംരക്ഷിച്ചിട്ട് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ തേക്ക് സംരക്ഷിക്കുന്നത് പോലെ ഇവിടെ നൂറിലേക്ക് പാർക്കിൽ ഇവിടെ മുളകളാണ് കൂടുതൽ സംരക്ഷിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 50 രൂപയ്ക്ക് നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. ആദ്യം നമുക്ക് തോന്നുന്നില്ല ഒന്നും കാണാനില്ലെന്ന്, പക്ഷെ വന്നോക്കിയാലാണ് 100-ലേറെ ഏക്കറുണ്ട് തോന്നുന്നു. അത്ര സ്ഥലം പുതിയ പുതിയ മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഏരിയ, നല്ല സ്ഥലം, നല്ല ഭംഗിയുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ അവിടെ പാർക്ക് കാണാൻ, ഇവിടെ വിശ്രമിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ ചെടികൾ, ബോഗൺവില്ല, നിത്യകല്യാണിയുടെ ചെടി, നിത്യകല്യാണി, മുളകൾ, ബോഗൺവില്ല, മഞ്ഞ, റോസ്, കടലാസ് പൂ എന്ന് പറയും. സൂപ്പറാണ് കാഴ്ചകളൊക്കെ. മുളകൾ എന്ത് ഭംഗിയ, കടലാസ് പൂവ് എന്നൊക്കെ പറയും. കുറേ രസമുള്ള കാഴ്ചകളുണ്ട്. വളരെ മനോഹരമാണ് ഇവിടെ. രസമുള്ള ചെടികൾ സൂപ്പറാണ്. ആകാശത്ത് പറവാണ്. ഇവിടേക്ക് വന്നപ്പോൾ ഒരു വെളിച്ചമുണ്ട്. അവിടെ ഫുൾ മുളകൾ വളർന്ന് ഇരുട്ട് പിടിച്ച പോലെ. ഈ ഭാഗം നല്ല വെളിച്ചമുണ്ട് കാണാം. ചെടി ചെടികൾ, കുറേ കുട്ടികളവിടെ, അമ്മമാരും പാർക്ക് കാണാൻ വന്നതാണ്. നല്ല ഭംഗിയുണ്ട്. സൂപ്പർ വ്യൂ ആണ്. കാഴ്ചകൾ മനോഹരമാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. സൂപ്പർ വ്യൂ ആണ്. നല്ല രസമുള്ള